ഏറ്റവും കൂടുതൽ രോഹിണി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരാളാണ് റഹ്മാൻ. അപ്പൊ റഹ്മാൻ രോഹിണി എന്ന് പറയുന്ന ആ ഒരു കോംബോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആ ഒരു ജനറേഷനിൽ ഭയങ്കര ഹിറ്റായിട്ട് അല്ലെങ്കിൽ എപ്പോഴും കാണാൻ ഇഷ്ടമുള്ള ഒരു കോംബോ ആയിരുന്നു നിങ്ങളുടെ. ഇപ്പോഴും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് പോകുന്നത്? ഇപ്പോഴും എവിടെയെങ്കിലും കണ്ടുമുട്ടുമ്പോൾ ലൈക്ക് യു നോ വി ആർ ദ സെയിം, വി വാണ്ട് ഒരു നല്ല സുഹൃത്താണ്. ആൻഡ് ദെൻ ഹീസ് ഓൾസോ എ വെരി ഗുഡ് ആക്ടർ ആൻഡ് നൈസ് പേഴ്സൺ. അപ്പോൾ ഞങ്ങൾ ആ സമയത്തൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു സ്കൂളിലേക്കോ കോളേജിലേക്കോ ഒന്നിച്ച് പോകുന്നത് പോലെയാണ്. ഓരോ ഷൂട്ടിംഗ് എന്ന് ഇനിയൊരു ഷൂട്ടിങ്ങിലേക്ക് ഒരേ കാറിൽ തന്നെ ചിലപ്പം പോകും. അച്ഛനുണ്ടാവും, അപ്പോൾ ഞങ്ങൾക്ക് ചാപ്പാട് വാങ്ങിച്ചു കൊടുക്കും, കേക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെയാണ്. ഇപ്പോൾ ഈ റൂമേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ചിരിയാണ്. അതെ അതെ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ നേരെ തൊട്ടുള്ള ഏട്ടനുണ്ട്. അപ്പോ റഹ്മാൻജിക്ക് ആ ചേട്ടന്റെ സെയിം ഫേസ് ആണ്. ഓ അത് ശരി. അപ്പൊ ഞങ്ങൾക്ക് എനിക്കും അച്ഛനും ഒരു ബ്രദർ കാണുമ്പോ, ബിക്കോസ് ചേട്ടന്മാരോട് അവർ വേറെ സ്ഥലത്താണ് യുനോ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്റെ ബുജ്ജന്നെയാന്ന് വിളിക്കും. എന്റെ ചേട്ടനെ കാണുന്ന പോലെ തന്നെയായിരുന്നു. പക്ഷെ അത് ആർക്കും അറിയില്ലല്ലോ നമ്മളിങ്ങനെ ചേട്ടനെ പോലെയാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളത്. ബിക്കോസ് ഐ ഓൾസോ ഹാവ് ദിസ് ലോങ് ഫേസ് ആൻഡ് റഹ്മാൻജിക്കും ലോങ് ഫേസ് ആണല്ലോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരു വിധത്തില് ഒരു നല്ല റിസംബ്ലൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എന്റെ ചേട്ടനും അപ്പൊ ഞാൻ ചിലപ്പോ ഇതുവരെ അത് വലുതായിട്ടൊന്നും പറയാത്തത് എന്താന്ന് വെച്ചാൽ എല്ലാവരുടെയും മനസ്സിൽ നമ്മളൊരു നല്ല ബ്യൂട്ടിഫുൾ ജോഡി, റൊമാൻറ്റിക് പേര്, നമുക്കൊരു ഹിറ്റ് പേരായപ്പോ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്, നല്ല അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ അത് എന്തിനാണ്, ആൻഡ് വി ആർ ഹിയർ ടു എന്റർടൈൻ പീപ്പിൾ. പിന്നെ ഞങ്ങളുടെ സോങ്സ് ഭയങ്കര ഹിറ്റായി. അപ്പൊ അതിനുള്ള ഒരു ഞങ്ങൾ സുന്ദരം മാസ്റ്റർ ആയിരുന്നു അധികം സോങ്സ് ഞങ്ങൾക്ക് കൊറിയോഗ്രാഫ് ചെയ്തത്. അപ്പൊ സുന്ദരം മാസ്റ്റർ ഞങ്ങളും ആദ്യം തന്നെ മീറ്റ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യും. ഓരോ സോങ്ങിനുള്ള കോസ്റ്റ്യൂംസ് എന്ത് മാത്രമായിരിക്കും, ഏത് തരത്തിലായിരിക്കണം. ചിലപ്പോൾ ഞങ്ങള് സെയിം കളേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ റഹ്മാൻജിയോട് പറയും, ഞാൻ ഐ എം ഗോയിങ് ടു യൂസ് ബ്ലൂ ആൻഡ് വൈറ്റ്, ഇഫ് യു വാണ്ട് യു ക്യാൻ ടേക്ക് വൈറ്റ് ഓർ ബ്ലൂ. അങ്ങനെ ഞാൻ അവരോട് പറയും സ്റ്റെപ്സ് എങ്ങനെ ഉണ്ടാവണം, ഒരു സിഗ്നേച്ചർ സ്റ്റെപ്പ്, സിഗ്നേച്ചർ സ്റ്റെപ്സ് നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ്. അപ്പോൾ ബേസിക്കലി വി ആർ കമ്മിങ് ഔട്ട് വിത്ത് സംതിങ് നൈസ് ഫോർ ദി ഓഡിയൻസ് ടു എൻജോയ്. അത് എങ്ങനെ വേണ്ടാന്ന് വെക്കും. എനിക്ക് തോന്നുന്നു ആരും അതിനെ ഇപ്പൊ ഫാമിലി ആണെങ്കിലും അത് ഇത്ര വലിയ റൂമേഴ്സ് ഉണ്ടായി അപ്പൊ ഇനി ചെയ്യണ്ട അങ്ങനെയും പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഇറ്റ്സ് നോട്ട് ട്രൂ. അത് അച്ഛനറിയാം, അവരുടെ ഫാമിലിനെ അറിയാം. അത് മാത്രമല്ല ഹോൾ ഫാമിലി ഇൻ ദ സെൻസ് ഫോർ us it was the സെറ്റ് ആണ് ഫാമിലി. ഹോൾ സെറ്റിനുള്ള ആൾക്കാർക്ക് അറിയാം. അവരൊക്കെ ചിരിച്ചാണ്. വേറൊരു കാര്യം ഞാൻ കേട്ടത്, അതായത് രോഹിണി ചേച്ചിക്ക് ജലജ ചേച്ചിയുടെ ഭയങ്കര ഒരു അസൂയ ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാനിങ്ങനെ കേട്ടു. എന്തിനായിരുന്നു അസൂയപ്പെട്ടത്? ജലജ നോക്കുമ്പോ നിങ്ങൾക്ക് അവരുടെ ബോഡി ഓഫ് വർക്ക് കാണാമല്ലോ. അരവിന്ദൻ സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ഡയറക്ഷനില് അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, KG ജോർജൻ സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഒരു ഇത് യവനികയിലെ ക്യാരക്ടറിന്റെ പേര് രോഹിണിയാണ്, പക്ഷെ അത് ചെയ്തത് ജലജയാണ്. സോ എനിക്ക് തോന്നുന്നത് അവരുടെ പെർഫോമൻസ്, ദ വേ ഷീ വാസ് വെരി 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 ഒരു ബ്യൂട്ടിഫുൾ ഒരു മലയാളിത്വമുള്ള ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ജലജയെ തന്നെ. ഇപ്പൊ ഞാൻ ആ സമയത്ത് ഒരു ഡയറക്ടർ ആയിരുന്നെങ്കിൽ ആ ക്യാരക്ടറിനെ ജലജയെ തന്നെ എടുക്കും. അങ്ങനത്തെ ഒരു, പിന്നെ അത് മാത്രമല്ല മലയാളം സംസാരിക്കുന്ന, മലയാളം മനസ്സിലാക്കുന്ന ഒരു ആർട്ടിസ്റ്റും കൂടിയാണ്. വളരെ ശക്തമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്. നമുക്കിങ്ങനെ തോന്നിപ്പോകും ഈ ക്യാരക്ടർ എനിക്ക് കിട്ടിയാലോ, ആ ക്യാരക്ടർ എനിക്ക് കിട്ടിയാലോ, ഈ ഡയറക്ടറോട് നമുക്ക് ഒന്ന് വർക്ക് ചെയ്താണെങ്കിൽ എന്ന്. പറഞ്ഞിട്ടുണ്ടോ? ഇത് പറഞ്ഞിട്ടുണ്ട്. വി ആർ വെരി തിക് ഫ്രണ്ട്സ്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞു അസൂയ, അത് രസമാണ് അല്ലെ? ആ ഒരു അസൂയ ഒരു നല്ലൊരു ആർട്ടിസ്റ്റിനോട് തോന്നുന്ന ഒരു അസൂയ. ഇറ്റ്സ് എ ഹെൽതി ഹെൽതി കോമ്പറ്റീഷൻ ആൻഡ് ഹെൽതി ജെലസ് ആണ്.